എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലയിലും അനുഗ്രഹമാണ്. വചനത്താലാണ് സകലവും ഉളവാകുവാൻ തക്കണമിടയായി തീർന്നത്. ആ വചനമാണ് ജഡമായി മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യന്റെ രൂപാന്തരം വരുത്തേണ്ടതും ദൈവത്തിൻ്റെ വചനം. ആകയാൽ ഇന്ന് രാത്രിയിൽ ചില ദൈവവചനം കൂടി വായിച്ച ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. 81-ാം സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ആസാഫിൻ്റെ സങ്കീർത്തനങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ 81-ാം സങ്കീർത്തനം. അതിൻ്റെ പ്രാരംഭവാക്യത്തിൽ ഇങ്ങനെ കാണും: നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൻ, തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഓതുവിൻ. ഇത് ഇസ്രായേലിനൊരു ചട്ടവും യാക്കോബിൻ ദൈവത്തിന്റെ ഒരു പ്രമാണവും ആകുന്നു. ദൈവവചനം നമ്മളെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിന് പാടുക, അവനെ മഹത്വപ്പെടുത്തുക, സ്തുതി സ്തോത്രയാഗം അർപ്പിക്കുക, ദൈവത്തിന് ഘോഷിക്കുക, ഉല്ലസിച്ചാർക്കുക, തപ്പും കിന്നരവും എടുത്ത് കർത്താവിനെ സ്തുതിക്കുക. അപ്പം ദൈവത്തെ സ്തുതിക്കുവാൻ ഏറ്റവും നല്ല മാർഗമായി ദൈവവചനം മുൻപോട്ട് വയ്ക്കുന്ന ഒന്നാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും കർത്താവിനെ സ്തുതിക്കുവിൻ. സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഉപയോഗിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുവാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആകയാൽ ഇന്ന് രാത്രിയിൽ നമുക്കും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമേറിയ നിമിഷങ്ങളാണ്. കർത്താവിനെ പാടി ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരുമില്ലാഞ്ഞിട്ടല്ല ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ആരാധനയ്ക്കായി ക്ഷണിക്കുന്നത്. കോടാനുകോടി ദൂതന്മാർ കർത്താവിനെ എപ്പോഴും യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ അവനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യന് ദൈവത്തെ സ്തുതിക്കുവാൻ സമയമില്ലാതായിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുവാനായി ദൂതന്മാരുള്ളപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് മനുഷ്യൻ. പക്ഷെ അവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് സമയമില്ലാതെയായിരിക്കുന്നു. അവരെപ്പോഴും ബിസിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു: യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൻ, ദൈവത്തിന് ഘോഷിപ്പിൻ, വീണയെടുത്ത് സംഗീതം തുടങ്ങുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഊതുവിൻ. ഇത് ദൈവം നിയമമായി നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നിയമം ലംഘിക്കുവാൻ പാടില്ല എന്നാണ് വചനം പറയുന്നത്. നിയമലംഘികളായിരിക്കുന്നവരെല്ലാവരും ശിക്ഷയ്ക്ക് അർഹരാണ്. അതുകൊണ്ട് ദൈവവചനം പ്രമാണിക്കേണ്ടതാകയാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കുവാൻ ലഭിച്ചതായ ഈ അവസരം ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഇത് ഇസ്രായേലിനൊരു ചട്ടവും യാക്കോബിന്റെ ദൈവത്തിനൊരു പ്രമാണവുമാകുന്നു. അപ്പോൾ അതുകൊണ്ട് നാം മറന്നു പോകരുത്, ദൈവത്തെ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ചട്ടവും പ്രമാണവും ആകുന്നു. എന്നാൽ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും എന്ന് ദൈവവചനത്തിൽ ദൈവം പറയുമ്പോൾ കർത്താവിനെ പാടുന്നതിന് വേണ്ടി നമ്മുടെ വായി തുറക്കുക. അധരഫലമെന്ന സ്തോത്രയാഗം നമ്മൾ ഇടവിടാതെ അർപ്പിക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കുക. അപ്പോൾ ദൈവം കൽപ്പിച്ചതായ ഈ ചട്ടവും പ്രമാണവും എന്തിനു വേണ്ടി? ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി, മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം നിയമിച്ചതായ ഈ ചട്ടവും പ്രമാണവും
ജനം ലംഘിച്ചു. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അപ്പോൾ ദൈവം കൽപ്പിച്ചാക്കിയ, തന്നെ ആരാധിക്കണമെന്നും മഹത്വപ്പെടുത്തണമെന്നുമുള്ളതായ ചട്ടവും പ്രമാണവും ഇസ്രായേൽ എന്ത് ചെയ്തില്ല? കേട്ടനുസരിച്ചില്ല, അവർ കൂട്ടാക്കിയതുമില്ല. അതിൻ്റെതായ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ദൈവികമായ അനുഗ്രഹങ്ങളും വിടുതലുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് ലഭിക്കുന്നതായ സന്ദർഭവും സാഹചര്യവും നമ്മുടെ കഴിവുകളും അനുസരിച്ച് നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നത് ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ദൈവം വെച്ച നിയമവും പ്രമാണവും ചട്ടവുമായിരുന്നു ദൈവത്തെ ആർപ്പിട്ട് ആരാധിക്കുക, അവനെ മഹത്വപ്പെടുത്തുക, അവന് പുതിയ പാട്ട് പാടുക, അവന് കാഹളമോതുക എന്നുള്ളതായ നിയമം. എന്നാൽ ഇസ്രായേൽ ജനം എന്ത് ചെയ്തില്ല? അത് കൂട്ടാക്കിയില്ല, അത് കേട്ട് അനുസരിച്ചുമില്ല. അതുകൊണ്ട് അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. തീർച്ചയായും ജീവിതത്തിൽ അത് കേട്ടനുസരിച്ചാൽ തീർച്ചയായും അനുഗ്രഹമായിരുന്നു. അവരത് ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് എത്രയോ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരാതിരിക്കേണ്ടതിന് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമുക്ക് ലഭിക്കുന്നതായ ഓരോ അവസരവും നമ്മൾ നഷ്ടമാക്കി കളയരുത്. ആമേൻ. അതുകൊണ്ടാണ് ഈ സമയം ദൈവത്തിന്റെ സന്നിധിയിൽ ചില പഴയ ആത്മീയ ഗീതങ്ങളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ തയ്യാറാകുന്നതിന്റെ പിന്നിലെ ചേതോവികാരം. ആകയാൽ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കെതിരായി വരുന്ന ആ ശത്രുക്കളെ, പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ എല്ലാം ദൈവത്താൽ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവത്തിന് നമ്മളുടെ ആരാധന മൂലം കഴിയുമായിരുന്നു. പക്ഷേ നമ്മൾ അവൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും കേട്ടനുസരിക്കായികയാൽ അത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയായി മാറുന്നു എന്നുള്ളതായ കാര്യം പറയും. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ഇതിന്റെ പേരിൽ ദൈവത്തെ ആരാധിക്കാതിരുന്നതിന്റെ പേരിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകൾ, മേൽത്തരമായ നന്മകൾ, അവർക്ക് നല്ല ശുഭകാലം വരുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവർക്ക് കീഴടങ്ങുമായിരുന്നു. അവരുടെ ശത്രുക്കൾ ആമേൻ ദൈവത്താൽ തകർക്കപ്പെടുമായിരുന്നു. എന്നാൽ അവർ ദൈവം വെച്ച, ദൈവത്തെ ആരാധിക്കണമെന്നും മഹത്വപ്പെടുത്തണമെന്നും അവന് കാഹളമോദണമെന്നും വെച്ചിരുന്നതായ ചട്ടവും പ്രമാണവും ഇസ്രായേൽ കേട്ടനുസരിച്ചില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങൾ കർത്താവിനെ പാടി സ്തുതിക്കുവാനും ആരാധിക്കുവാനും നമുക്ക് കഴിയണം. ദൈവം ആദ്യം നമുക്ക് നൽകിയ കൽപ്പനയിൽ ദൈവം അത് വളരെ വ്യക്തമാകുന്നുണ്ട്. ഞാനാകുന്ന ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം, മഹത്വപ്പെടുത്തണം. എൻ്റെ പേരിൽ നിങ്ങൾ യാതൊരു രീതിയിലുള്ളതായ വിഗ്രഹങ്ങളോ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യാൻ പാടില്ല. ഞാനാകുന്നു നിന്റെ ദൈവം. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ഈ പ്രമാണം ലംഘിച്ചുള്ളതായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തെ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക, അവൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുക, അവനെ ഘോഷിക്കുക, തപ്പെടുത്ത് കിന്നരമെടുത്ത് അവനെ നന്ദിയോടെ സ്തുതിക്കുക, ആരാധിക്കുക. അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത് എന്ന് 14-ാം വാക്യം മുതൽ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈതിരിക്കുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ
ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തുമായിരുന്നു. പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ ഇടയായി തീർന്നതിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? 4-ാം വാക്യത്തിൽ ഇസ്രായേലിന് ദൈവം ഒരു ചട്ടവും യാക്കോബിന് ദൈവത്തിനൊരു പ്രമാണവുമായ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതായ നിയമം അവർ ലംഘിച്ചു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക, ആവോളം നമുക്ക് ആരോഗ്യവും ആയുസ്സും ഉള്ളിടത്തോളം കർത്താവിന്റെ നാമത്തെ പാടി സ്തുതിക്കുക, ആരാധിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കരങ്ങളിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കും. ഞങ്ങൾക്ക് അല്പസമയം ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് തന്ന അവസരം ഞങ്ങൾ നഷ്ടമാക്കി കളയാതെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ തക്കണിടയായി തീർന്നു. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. യേശു ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഗോഡ്.